ശ്രീധേട്ട, ശബരിമല വിവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തടിയൂരാനാണോ LDF ഇപ്പോൾ പുതിയൊരു ഭരണസമിതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? മനു, നമ്മൾ പഴയ മോഹൻലാലിൻ്റെ ഒരു ചിത്രമുണ്ട് അദ്വൈതം. അതിലൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സോമൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എല്ലാം തികഞ്ഞ ദൈവത്തിന് എന്തിനാണ് സ്വത്തും പണവും, അതെല്ലാം നമുക്ക് അടിച്ചു മാറ്റാം, അതിനൊരു അല്പം ബുദ്ധി വേണം, അതുപോലെ ചിലരുടെ കണ്ണ് കെട്ടുകയും വേണം. ഇത് തന്നെയാണ് കാലാകാലങ്ങളായി ശബരിമലയിൽ നടന്നുകൊണ്ടിരുന്നത്. ശബരിമലയിൽ പല ഘട്ടങ്ങളിലായി അറ്റകുറ്റപ്പണിയെന്നും അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളെല്ലാം കടത്തിക്കൊണ്ടുപോകുന്നു. അതിനകത്ത് എല്ലാം എഴുതിയേക്കുന്നത് കടത്തി കൊണ്ടുപോകുന്നതെല്ലാം ചെമ്പാണെന്ന് രേഖപ്പെടുത്തുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് വിജയ് മല്യ ശ്രീകോവിലും അതിൻ്റെ അനുബന്ധ ഇതെല്ലാ സംഭവങ്ങളും സ്വർണം പൂശിയതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തങ്കമാണ് പൊതിഞ്ഞതെന്ന് അന്ന് വാർത്താ സമ്മേളനം നടത്തി വിജയ് മല്യ തന്നെ പറഞ്ഞതാണ്. ഈ സ്വർണ്ണപ്പാളികളാണ് അറ്റകുറ്റപ്പണിക്കായി അവിടെ നിന്ന് അഴിച്ചെടുക്കുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത് കൃത്യമായ ഗൂഢാലോചന നടന്നിട്ട് തന്നെയാണ്. അതിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതിലെ തിരിച്ചടി CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണം കെട്ടവർ ആരായിരുന്നാലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യും, അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ശിക്ഷിക്കപ്പെടുമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ആരൊക്കെയാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാന കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. ഒരു സ്പോൺസറായി അല്ലെങ്കിൽ ഒരു കീഴ്ശാന്തിയായി വന്നു, അതിനുശേഷം അവിടെ സ്പോൺസറായി മാറിയ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പിനെല്ലാം സഹായം ചെയ്തു എന്ന് പറഞ്ഞ് പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റ്. അത് മുൻ പ്രസിഡൻറ്റ് മാത്രമല്ല, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ടും 2 തവണയായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്ന N. വാസു. ഈ വാസു മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നോമിനിയായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പോലും ലഭിച്ചതെന്ന് അന്ന് തന്നെ പുറത്തു വന്ന വാർത്തയാണ്. N. വാസു ഈ കേസിൽ 3ാം പ്രതിയാണ്. വാസു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ PA ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാതിരുന്ന മുരാരി ബാബു, ഇവരൊക്കെയാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ CPM-മായിട്ട് അല്ലെങ്കിൽ ആരാണോ അധികാര കേന്ദ്രം, ഈ അധികാര കേന്ദ്രവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ ഒരു 10 വർഷമായി CPM ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഇവരെല്ലാം CPM-ൻ്റെ ഭരണസമിതിക്കൊപ്പം നിന്നവരാണ്. അപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന CPM പ്രതിനിധികളായിരുന്ന വാസുവിലേക്കും അതുപോലെ തന്നെ പത്മകുമാറിലേക്കും എത്തും. സ്വാഭാവികമായി ഇപ്പോൾ 2024 ദ്വാരപാലക ശില്പത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെയോ ഒന്നും അനുമതി വാങ്ങാതെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിലെ അന്വേഷണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പ്രശാന്തിലേക്ക് എത്താം. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ ഉണ്ടാകുന്ന തിരിച്ചടി ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPM ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തുന്നത്. കാരണം ഇതിനു മുമ്പ് വരെ എന്താണ് നമ്മൾ കേട്ട, പ്രശാന്തിന് ഒരു കാലാവധി നീട്ടി നൽകുന്നു, അതിനുവേണ്ടി ഓർഡിനൻസ് ഇറക്കാനുള്ള നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഈ ഒരു നീക്കം CPM നടത്തിയത്. ഇത് കൃത്യമായി അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുണ്ടാകാം. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി CPM-ന് വിവരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാവാം പ്രശാന്തിനെ മാറ്റി ഇപ്പോൾ പുതിയൊരു ഭരണസമിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ ഭരണസമിതിക്കെതിരെ ആരോപണമില്ല എന്നുള്ള ഇത്രയും നാളും ആ ഒരു ന്യായീകരണം CPM വളരെ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല, ഇപ്പോഴത്തെ ഭരണസമിതി അവിടെ ഒരു കൊള്ളയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മുൻ ഭരണസമിതികളാണ് എല്ലാ തെറ്റും ചെയ്തതെന്നാണ്. അപ്പം ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്താൽ ആ ന്യായീകരണം പൊളിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരിക, ഈ ന്യായീകരണം വീണ്ടും ആവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയത്. അപ്പോൾ ഇനി പുതിയൊരു ഭരണസമിതി വരുന്നു. അപ്പോൾ ഈ ഒരു ഭരണസമിതി വരുന്നതോടെ നഷ്ടപ്പെട്ട ഒരു ഇമേജ് വീണ്ടെടുക്കാനായിട്ട്, ഈ ഒരു വിഷയത്തിൽ വീണ്ടെടുക്കാനായിട്ട് LDF-ന് കഴിയുമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇമേജ് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതല്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യായീകരണത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കാം, അതിനുള്ള ഒരു അവസരം ഒരുക്കാം, അത്രമാത്രമാണ് CPM ലക്ഷ്യമിടുന്നത്. കാരണം വരാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകും. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളാണ്. അത് രണ്ടും CPM-ന് ഏറെ നിർണായകവുമാണ്. ഈ നിർണായക ഘട്ടത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആവർത്തിച്ച് ചർച്ചയാവുന്നത് CPM-ന് ദോഷം ചെയ്യും
ചെയ്യുമെന്ന് കൃത്യമായ വിവരം CPM-നുണ്ട്. കാരണം CPM-ൻ്റെ കോർ വോട്ട് ബാങ്കായ ഹിന്ദുക്കളുടെ വോട്ടുകൾ മാറ്റമുണ്ടാവാൻ ഈ ഒരു ശബരിമല വിഷയം, കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ തൊട്ട് കൈപൊള്ളിയ CPM-ആണ്. അന്ന് അതിനുശേഷം ഇവിടെ വീട് വീടാന്തരം കയറി CPM സംസ്ഥാന സെക്രട്ടറി അടക്കം മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് CPM ഇപ്പോൾ വീണ്ടും ആ ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടം മുന്നോട്ട് വന്നത്. അപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമലയിൽ കൊള്ള നടത്തിയവർ അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയവർ എന്നുള്ള പേര് CPM-ന് വല്ലാതെ വേട്ടയാടും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഈ ഒരു കളമാറ്റം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭരണസമിതി അല്ല, ഈ ഭരണസമിതിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ശബരിമല നന്നായി നോക്കുന്നു, അല്ലെങ്കിൽ ഭക്തർക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കുകയാണ്. ഇതിന് മുന്നേയുള്ള ഭരണസമിതികൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്, അവരെ എല്ലാം ശിക്ഷിക്കും, അവരെ എല്ലാം നിയമത്തിന് മുന്നേ കൊണ്ടുവരും, അതുകൊണ്ട് ആരെയും സംരക്ഷിക്കില്ല. അതുകൊണ്ടാണ് വാസു അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നത്, കേസിലെ പ്രതിയാവുന്നത്. ഇത്തരം ന്യായീകരണങ്ങൾക്കുള്ള ഒരു അവസരമൊരുക്കൽ മാത്രമാണിത്. കാരണം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് തന്നെയാണ് CPM അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്കും എത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് പുതിയൊരാളുടെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട്, ദേവകുമാർ. മുൻ ഹരിപ്പാട് MLA കൂടിയായിരുന്ന ദേവകുമാറിനെ ഏത് തരത്തിലായിരിക്കും LDF ഈ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുക? അല്ല, CPM ഒരു പദവി കൊടുക്കുന്നു ദേവകുമാറിന്, അതിനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രധാന കാര്യം മുഖ്യമന്ത്രിക്ക് ദേവകുമാറിനോടുള്ള അടുപ്പം അല്ലെങ്കിൽ താല്പര്യം, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദേവകുമാറിലേക്ക് ചർച്ചകളെത്താൻ. കാരണം ഇതിനു മുമ്പ് സമ്പത്തിൻ്റെ അടക്കം പേരുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. പെട്ടെന്നാണ് ദേവകുമാറിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് ഏറെ അടുപ്പമുള്ള ആലപ്പുഴയിലെ ഒരു നേതാവിലുള്ള ഒരാളാണ് ദേവകുമാർ. ഈ ദേവകുമാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറച്ച് നാൾ മുമ്പ് വന്നൊരു വിവാദമുണ്ട്. ഈ ദേവകുമാറിൻ്റെ മകനായ സുബ്രഹ്മണ്യൻ കൂടി ഉൾപ്പെട്ട ഒരു PR ഗ്രൂപ്പാണ് മുഖ്യമന്ത്രിയുടെ ദേശീയ തലത്തിലുള്ള PR എല്ലാം നോക്കിയിരുന്നത്. ആ രീതി ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ദ ഹിന്ദു പത്രത്തിൽ അടിച്ചു വന്നത്. അതിനകത്ത് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളെക്കുറിച്ച് വിശദമായി മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് പത്രത്തിൽ അടിച്ചു വന്നത്. പിന്നീട് അത് വലിയ വിവാദമായി. കാരണം മുഖ്യമന്ത്രി മലപ്പുറത്തെ ഒറ്റപ്പെടുത്തുന്നു, അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധമായ പരാമർശം നടത്തുന്നു എന്നെല്ലാം വിവാദം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഒരു നിലപാടെടുത്തു. ഹിന്ദു അത് അംഗീകരിച്ചു. ഈ PR ഏജൻസി തന്നെയാണ് തന്നതനുസരിച്ചാണ് ഈ വിവരം ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞു. എന്ന് വെച്ച് മുഖ്യമന്ത്രി ഈ PR ഏജൻസിയെ തള്ളി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ദേവകുമാർ ഹരിപ്പാട് MLA ആയിരുന്ന ദേവകുമാറുമായി ഏറെ അടുപ്പമുണ്ട്, ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ് ദേവകുമാറിൻ്റെ മകൾ സുബ്രഹ്മണ്യൻ, അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യൻ ഒരു ഇൻ്റർവ്യൂവിനായി സമീപിച്ചു, അതിന് സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് അടുപ്പമാണ് മുഖ്യമന്ത്രിക്ക് ദേവകുമാറും അവരുടെ കുടുംബമായിട്ടുള്ളത്. ഇത് തന്നെയാണ് ദേവകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൻ്റെ പ്രധാനമായ യോഗ്യത. കാരണം ഒരു വിശ്വസ്തനെ ആ സ്ഥാനത്തിരുത്തുക, അതുകൊണ്ട് അതോടെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാക്കാവുന്ന വലിയ വിവാദങ്ങളെ ഒഴിവാക്കുക. ഈ ഒരു സിമ്പിളായ കാര്യം തന്നെയാണ് CPM ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണസമിതി ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന ന്യായീകരണം തിരഞ്ഞെടുപ്പ് സമയത്ത് ആവർത്തിച്ച് പറയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് CPM-ൻ്റെ ഈ തീരുമാനമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം.